ഹായ് ഹലോ എല്ലാവർക്കും MS കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ട്രിയോ ഓട്ടോറിക്ഷയുടെ കൺട്രോൾ യൂണിറ്റാണ്. അപ്പോൾ നമ്മളെ കൺട്രോൾ യൂണിറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ ലിജുവേട്ടൻ പറയുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ടും കാണുക. ലിജു ബിജു എത്തി പറയാണ്. നമ്മൾ നാളെ സലീമിൻ്റെ പറഞ്ഞതുപോലെ കൺട്രോൾ യൂണിറ്റിൻ്റെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അന്നേരം കൺട്രോൾ യൂണിറ്റ് മെയിനായിട്ട് DC വരിക 48 വോൾട്ടാണ് നമുക്ക് വരിക. ഇത് 48 78 വരും. എന്തായാലും ഒന്ന് പോസിറ്റീവും ഉണ്ടാവും, ഒന്ന് നെഗറ്റീവും വരും. ഇതാണ് അതിൻ്റെ UVW 3 വരിക. നമ്മളതിൻ്റെ അത് കാണുമ്പോൾ ഒരു മഞ്ഞ വയറും നീല വയറും ഒക്കെ കാണുമ്പോൾ ഇതാണ് മോസ്ഫെറ്റസ് എന്ന് പറയുന്ന സാധനം. അത് ഒരെണ്ണത്തിന് 12 വെച്ച് 6 12 വെച്ച് വരും. ഞാൻ ഈ ഗേറ്റിൽ ഈ മോസ്ഫെറ്റസിൻ്റെ ഗേറ്റിൽ അതാണ് മോസ്ഫെറ്റസ്. ഇതിൻ്റെ ഗേറ്റിൽ ചെറിയ വോൾട്ട് വന്നിട്ടുണ്ട്, ഇത് കേടായി പോകും. അന്നേരം ഇത് വോൾട്ടിൻ്റെ ഇത് വന്ന് കേടായി കഴിഞ്ഞാൽ ഈ 12 പോകും. അതാണ് അതിൻ്റെ പ്രശ്നം, ഷോർട്ടായി പോകും. അന്നേരം ഈ ഒരു സെക്ഷനായിട്ടാണ് പോവുക, ഓരോരോ സെക്ഷനായിട്ടാണ് പോവുക. എന്നിട്ട് ഇത് അതിൻ്റെ ഒരു സെക്ഷൻ പോയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ ഇത് മൊത്തം അഴിച്ചെടുക്കണം. അന്നേരം ഈ ഒരു സെക്ഷൻ മാറ്റാനുള്ളതാണ്. ഇതിൻ്റെ വേറൊരു ബോർഡും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ഇത് നല്ലതാണ്. അന്നേരം പിന്നെ ഇതിൻ്റെ അതിൻ്റെ നമ്പറാണ് K150E10NE എന്ന് പറയും. അതാണ് ഈ മോസ്ഫെറ്റസിൻ്റെ നമ്പർ. ഇത് 150 ആമ്പിയർ ഈ ഒരു മോസ്ഫെറ്റസ് കൈകാര്യം ചെയ്യും. ഇത് പൊട്ടിപ്പോയതാണ്. അന്നേരം മെയിനായി ഒരു സംഭവം, ഒരു കംപ്ലൈൻറ്റ് അതാണ് ഈ മോസ്ഫെറ്റസ് പോകുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ബോർഡിൻ്റെത് വന്നത് ഇവിടെ നെഗറ്റീവ് ആർക്ക് ചെയ്തിട്ട് മോസ്ഫെറ്റസ് അടിച്ച് പോയതാണ്. ഇത് ഇവിടെ കണ്ട ഈ നെഗറ്റീവ് അവിടെ ആർക്ക് ചെയ്ത്. പിന്നെ ആ ഒരു രണ്ടാമത്തെ ഒരു കംപ്ലൈൻറ്റ് അതാണ് വരുന്നത്. അന്നേരം ഏതെങ്കിലും ഈ സ്പാർക്ക് ചെയ്യുമ്പോൾ ഹൈ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ പ്രിൻ്റ് ഇതിൻ്റെ തൊട്ടടുത്ത് ചെറിയ ചെറിയ കൺട്രോൾ ബോർഡിൻ്റെ കുറേ കാര്യങ്ങൾ കാണാം. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ IC, പ്രോഗ്രാം IC. അന്നേരം ഈ കൺട്രോൾ ബോർഡിലേക്കാണ് ഇതാണ് ക്യാൻ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ക്യാൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മഹീന്ദ്രൻ്റെ പ്രോഗ്രാം വന്നിട്ട് BMS എന്ന് വരുന്നിട്ട് ഇതാണ് ആദ്യമേ സെൻസ് ചെയ്ത് വിടുക. അതേപോലെ ഒരു 5 വോൾട്ട് റെഗുലേറ്ററിൻ്റെ ഒരു IC ഇവിടെ കാണാം നമുക്ക്. മെയിൻ IC, പ്രോഗ്രാം IC. അന്നേരം ഈ കൺട്രോൾ ബോർഡിലേക്കാണ് ഇതാണ് ക്യാൻ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ക്യാൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മഹീന്ദ്രൻ്റെ പ്രോഗ്രാം വന്നിട്ട് BMS എന്ന് വരുന്നിട്ട് ഇതാണ് ആദ്യമേ സെൻസ് ചെയ്ത് വിടുക. അതേപോലെ ഒരു 5 വോൾട്ട് റെഗുലേറ്ററിൻ്റെ ഒരു IC ഇവിടെ കാണാം നമുക്ക്. റെഗുലേറ്ററിൻ്റെ ഒരു ചെറിയ ബോർഡുണ്ട്. അന്നേരം അതാണ് ഈ വരുന്ന ബോർഡ്, റെഗുലേറ്റർ ICൻ്റെ 5 വോൾട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അന്നേരം ഈ മദർ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, കൺട്രോൾ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് നന്നാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കൺട്രോൾ ബോർഡാണ് എങ്ങോട്ട് വണ്ടി സ്പീഡിൽ പോകണം, ബ്രേക്ക് ചവിട്ടുമ്പോൾ നിൽക്കണം, അല്ലെങ്കിൽ റീജനറേറ്റർ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ കറണ്ട് കയറണം, എല്ലാ കാര്യങ്ങളും ഈ കൺട്രോൾ ആക്സിലേറ്ററിൻ്റെ സ്പീഡ് കൂട്ടുമ്പം സ്പീഡ് കൂടുക, ഇതൊക്കെ കൺട്രോൾ യൂണിറ്റാണ് കൈകാര്യം ചെയ്യുക. ഇതാണ് കൺട്രോൾ യൂണിറ്റ്. ഇത് എങ്ങനെയെങ്കിലും പൊട്ടുക, ഷോർട്ടാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ അയച്ച് പോയാൽ ഇത് നന്നാക്കി എടുക്കുന്നതിന് പ്രശ്നമില്ല. നമ്മൾ ഇനി ICൻ്റെ നമ്പറൊക്കെ മാറ്റിയിട്ട് പ്രോഗ്രാം IC ഒക്കെ മാറിയിട്ട് നമുക്ക് ഹൈ ലെവൽ രീതിയിലേക്ക് പോകേണ്ടി വരും. അന്നേരം അത് നമ്മൾ ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ICകളൊക്കെ കിട്ടാൻ ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. അന്നേരം തൽക്കാലം നമുക്കിതിപ്പോൾ നന്നാക്കി എടുക്കണമെങ്കിൽ കൺട്രോൾ യൂണിറ്റ് പോയാലും നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാ പ്രശ്നങ്ങളും, അതായത് ഈ മോസ്ഫെറ്റസൊക്കെ ഇപ്പം നിലവിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 400 രൂപയോളം വരും ഒരു മോസ്ഫെറ്റസിന്. അന്നേരം 12 പോകുമ്പോൾ ഒരു 6000 രൂപ 7000 രൂപ വരും ഈ മോസ്ഫെറ്റസ് മാറി വരുമ്പോഴേക്ക്. അന്നേരം അതൊക്കെ നമുക്ക് ഏകദേശം ആ മോസ്ഫെറ്റസ് 150-150ൻ്റെയാണ് പറയുന്നതെങ്കിൽ 150ൻ്റെത് 400 രൂപയോളം ആണ് ആ സൈറ്റിലൊക്കെ വില കാണുന്നത്. ഇത്രയൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കി അന്നേരം കൺട്രോൾ യൂണിറ്റും ഒരുവിധമൊക്കെ നമുക്ക് നേരെയാക്കി എടുക്കാനുള്ള സംവിധാനത്തിലേക്ക് കുറച്ചൊക്കെ നന്നാക്കി എടുക്കാം. എന്നാലും കൺട്രോൾ യൂണിറ്റിൻ്റെ കൺട്രോൾ ബോർഡിന് അല്ലെങ്കിൽ സ്കാനിങ് ബോർഡിൻ്റെ പ്രശ്നം എന്നാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ഇതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വണ്ടീൻ്റെ. ഓക്കെ.
മഹീന്ദ്ര ട്രിയോൻ്റെ തന്നെ രണ്ട് മോഡലിൽ ഇപ്പോൾ ട്രിയോ 1 ഒരു 2 മോഡൽ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒന്നിന് പുതിയ മോഡലിൽ തന്നെ വരുന്നത് മുകളിലൊരു ബോർഡ് വരുന്നുണ്ട്. പഴയതിന് ഇതേപോലെയാണ് വരിക കേട്ടോ. 2 മോഡൽ കൺട്രോൾ യൂണിറ്റ് മഹീന്ദ്ര ട്രിയോ 1 തന്നെ വരുന്നുണ്ട് കേട്ടോ. ടി സി യുവിൻ്റെ ഇത് നമ്മുടെ ടി സി യുവിൻ്റെ ബോർഡ്, കൺട്രോൾ ബോർഡാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുള്ളതുപോലെ ഇതിൻ്റെ അകത്തു നിന്നാണ് എല്ലാ ഫങ്ഷനും നടക്കുന്നത്. അതായത് റിവേഴ്സ്, ഫ്രണ്ട്, അതേപോലെ ബ്രേക്ക് തട്ടുമ്പോൾ ഓഫാവുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നാണ് നടക്കുക. ഇതാണ് ഈ മോട്ടർ കൺട്രോൾ ബോർഡ്. ടി സി എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതിനകത്ത് ഈ ഭാഗം, ഈ സാധനമാണ് ഇവിടെ പോയത്. ഇത് ഒരെണ്ണത്തിനകത്ത് 12 വെച്ച് വരും. ഈ ചെറിയ ഐ സി ഞാൻ എൻ്റെ ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബെലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.